കോഴിക്കോട് ജില്ലയിൽ മഴ തുടരുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മിഥില, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ? വേണു, ഇപ്പോഴും നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ മഴ തുടരുക തന്നെയാണ്. ഞാനിപ്പോൾ ഉള്ളത് ചാത്തമംഗലം പഞ്ചായത്തിലെ വെള്ളലശ്ശേരിയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, കപ്പ കൃഷിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. വെള്ളം എത്തിയതിനെ തുടർന്ന് ഈ കപ്പ കൃഷി പൂർണ്ണമായും നശിച്ചു. കിട്ടാവുന്ന കപ്പകളെല്ലാം തന്നെ അവരിപ്പോൾ പറിച്ചെടുത്തതാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കാണാം, ഈ കിട്ടാവുന്ന കപ്പകളെല്ലാം തന്നെ ഈ വെള്ളത്തിലിറങ്ങി ഈ കർഷകരെല്ലാം തന്നെ പറിച്ച് എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് ഭാഗം എന്ന് പറയുന്നത് വാഴക്കൃഷിയാണുള്ളത്. ഈ വാഴക്കൃഷിയും തന്നെ വ്യാപകമായി നശിച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ കുറച്ച് കർഷകരും ഇവിടെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് വാഴക്കൃഷി. ഏക്കർ കണക്കിന് വാഴക്കൃഷിയുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതൊന്നും തന്നെ ഇനി ഉപയോഗിക്കാൻ കഴിയാത്ത വിധം ഇതെല്ലാം കൂടി നശിച്ചിട്ടുണ്ട്. ഈ വാഴക്കൃഷി കപ്പ കൃഷിയെല്ലാം നടത്തുന്ന ചേട്ടൻ ഇപ്പോൾ എനിക്കൊപ്പം ചേരുന്നുണ്ട്. എത്രത്തോളം കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്? ഇപ്പൊ കണ്ടു, നിങ്ങൾ ഈ കപ്പയൊക്കെ പറിക്കുന്നതൊക്കെ കണ്ടു. ചാത്തമംഗലം പഞ്ചായത്ത് വെള്ളനൂർ മേഖലയിൽ ലക്ഷക്കണക്കിന് ഉറുപ്പ്യൻ്റെ വാഴത്തോട്ടമുണ്ട്. 1,00,000 ചില്ലാനം വാഴകളുണ്ട്. അതിൽ കുറേ ഏക്കർ കണക്കിന് കപ്പകളുണ്ട്. അതൊക്കെ വെള്ളം കയറി കംപ്ലീറ്റ് നശിച്ചിരിക്കുകയാണ്. പച്ചക്കറി, അത് എല്ലാ സാധനങ്ങളും കംപ്ലീറ്റ് വെള്ളനൂർ തൊട്ടിട്ട് ചാത്തമംഗലം വെള്ളരിശ്ശേരി വയൽ വരെ വെള്ളം കയറി കംപ്ലീറ്റ് നശിച്ചിരിക്കുകയാണ്. ഈ വാഴകളൊക്കെ ഇനി എടുക്കാൻ പറ്റുന്നതാണോ? കൊലകളൊക്കെ പറ്റില്ല, അടിയിൽ വേര് ചീഞ്ഞു പോയി. ഒരു 24 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേര് കംപ്ലീറ്റ് ചീഞ്ഞു പോകും. എന്നപ്പോൾ ഇനി ഉള്ള വാഴകൾ മൂത്ത വാഴയ്ക്ക് തന്നെ ഇല്ല, കംപ്ലീറ്റ് പകുതി ആകുന്ന വാഴയ്ക്കുള്ളൂ. അത് കംപ്ലീറ്റ് വേരറ്റ് പോയിട്ട് കംപ്ലീറ്റ് നാശം വന്നു. പച്ചക്കായ പോലും ഉപയോഗിക്കാൻ പറ്റും ഇല്ല, പച്ചക്കായ പോലും ഓണത്തിന് പോലും ഒരു പച്ചക്കറിയും കിട്ടില്ല. ഇത് ഓണവിപണിയായിരുന്നു. ഈ ഓണവിപണിയായിരുന്നു. കപ്പയൊക്കെ എങ്ങനെ കിട്ടുന്നുണ്ടോ? കപ്പ കംപ്ലീറ്റ് പോയില്ലേ, കംപ്ലീറ്റ് പോയി. കംപ്ലീറ്റ് ഇന്നലെ മുതൽക്ക് വെള്ളം കയറി കഴിഞ്ഞതാണ്. അപ്പം ഇനി പറിച്ച് കിട്ടൂല. അതാണ് സ്ഥിതി. ഇതാണ് ഈ ഒരു മേഖലയിലുള്ള ആളുകളുടെ അവസ്ഥ. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഇവിടുത്തെ ഒരു ഏക്കർ കണക്കിനുള്ള വാഴകൃഷി നശിച്ചതാണ് ദൃശ്യങ്ങൾ കാണുന്നത്. ഇത് മാവൂർ, ചാത്തമംഗലം മേഖലകളിലെല്ലാം തന്നെ ഏറ്റവും കൂടുതലുള്ളത് വാഴകൃഷിയാണ്. ആ വാഴകൃഷികളാണ് ഇപ്പോൾ നശിച്ചിട്ടുള്ളത്. മറ്റൊരു കെടുതി എന്നത് ശക്തമായ മഴയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് 2 വീടുകൾക്ക് അപകട ഭീഷണിയുണ്ട്. അത് കാരശ്ശേരി പഞ്ചായത്തിലാണ്. ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞത്. സലീമിന്റെ വീടിന്റെ ആയിരുന്നു. ഈ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് മറ്റൊരു വീടിന്റെ മുകളിലേക്ക് വീഴുകയായിരുന്നു. ആർക്കും പരിക്കില്ല. 2 വീടുകളിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ നാശനഷ്ടം അല്ലെങ്കിൽ ഭീഷണി നേരിടുന്നത്. മറ്റൊന്ന് മാവൂർ മേഖലയിൽ നിന്നാണ്. ഒരു കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചുണ്ട്. ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ കോഴിക്കോടിന്റെ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ വലിയ രീതിയിൽ മഴ തുടരുന്നുണ്ട്. വലിയ രീതിയിൽ കൃഷിനാശം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. വേണു, മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.